2023 അവസാനത്തോടെ അമേരിക്കയുടെയും നാറ്റോയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റി. പാശ്ചാത്യ ആയുധങ്ങളുമായി പടനയിച്ച യുക്രൈന് റഷ്യൻ പ്രതിരോധ നിരയെ ഭേദിക്കാൻ കഴിഞ്ഞില്ല. അമേരിക്കൻ പാർലമെന്റ് യുക്രൈനുള്ള ധനസഹായം തടഞ്ഞതോടെ യുദ്ധഭൂമിയിൽ യുക്രൈൻ സൈന്യത്തിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇല്ലാത്ത അവസ്ഥ വന്നു. ശത്രുവിന്റെ ഈ ദൗർബല്യം കൃത്യമായി തിരിച്ചറിഞ്ഞ പുടിൻ യുക്രൈന്റെ ഹൃദയഭാഗത്തേക്ക് അടുത്ത പ്രഹരം നൽകാൻ റഷ്യൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. ലക്ഷ്യം കിഴക്കൻ യുക്രൈനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കോട്ടയായ അവ്ദിവ്ക. 2014 മുതൽ യുക്രൈൻ സൈന്യം പൂർണ്ണ ശക്തിയുമെടുത്ത് കെട്ടിപ്പടുത്ത പ്രതിരോധ കോട്ടയായിരുന്നു ഡൊണറ്റ്സ്ക് പ്രവിശ്യയിലെ അവ്ദിവ്ക. കോൺക്രീറ്റ് ബങ്കറുകളും ഭൂഗർഭ തുരങ്കങ്ങളും ലാൻഡ് മൈനുകളും നിറഞ്ഞ ഒരു ഇരുമ്പ് കോട്ട. അവിടെ സ്വാധീനമുറപ്പിച്ചാൽ മാത്രമേ റഷ്യയ്ക്ക് കിഴക്കൻ യുക്രൈനിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. 2023 ഒക്ടോബർ 10 റഷ്യൻ സൈന്യം അവ്ദിവ്ക ലക്ഷ്യമാക്കി വൻ ആക്രമണം ആരംഭിച്ചു. തുടർന്ന് വലിയ മനുഷ്യക്കുരുതിക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. തുടക്കത്തിൽ റഷ്യൻ ടാങ്കുകൾക്കും കവചിത വാഹനങ്ങൾക്കും നേരെ യുക്രൈൻ സൈന്യം കനത്ത പ്രതിരോധം തീർത്തു. നൂറുകണക്കിന് റഷ്യൻ വാഹനങ്ങളും ആയിരക്കണക്കിന് സൈനികരുമാണ് ആദ്യ മാസങ്ങളിൽ അവിടെ കൊല്ലപ്പെട്ടത്. എന്നാൽ അമേരിക്കൻ പാർലമെന്റ് യുക്രൈനുള്ള ധനസഹായം തടഞ്ഞതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞു. യുക്രൈൻ സൈന്യത്തിന്റെ പീരങ്കികൾക്ക് ഷെല്ലുകളില്ലാതായി. ഈ സുവർണാവസരം മുതലെടുത്ത പുടിൻ അവ്ദിവ്കയ്ക്ക് മുകളിൽ സർവനാശം വിതയ്ക്കാൻ ഉത്തരവിട്ടു. റഷ്യ തങ്ങളുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരിയായ ആയുധം പുറത്തെടുത്തു: ഗ്ലൈഡ് ബോംബുകൾ. 500 കിലോ മുതൽ 1500 കിലോ വരെ ഭാരമുള്ള കൂറ്റൻ കെട്ടിടങ്ങൾ പോലും തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു അവ. പ്രതിദിനം 80ഓളം ഗ്ലൈഡ് ബോംബുകളാണ് റഷ്യൻ യുദ്ധവിമാനങ്ങൾ അവ്ദിവ്കയ്ക്ക് മുകളിൽ വർഷിച്ചത്. കോൺക്രീറ്റ് ബങ്കറുകളും വലിയ കെട്ടിടങ്ങളും നിമിഷങ്ങൾക്കകം ചാരമായി മാറി. ആ തീമഴയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ യുക്രൈൻ പ്രതിരോധ നിരയ്ക്ക് കഴിഞ്ഞില്ല. അവ്ദിവ്കയിൽ റഷ്യൻ സൈന്യം പിടിമുറുക്കുമ്പോഴാണ് 2024 പുതുവർഷ പുലരി വന്നെത്തിയത്. ഇത്തവണ ക്രെംലിൻ കൊട്ടാരത്തിന്റെ പശ്ചാത്തലത്തിൽ തികച്ചും ശാന്തനായാണ് പുടിൻ റഷ്യൻ ജനതയെ അഭിസംബോധന ചെയ്തത്. 2024 കുടുംബങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച അദ്ദേഹം റഷ്യ ഒരിക്കലും പിന്നോട്ടു പോകില്ലെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. എന്നാൽ ഒരു കൊടുങ്കാറ്റിനു മുന്നേയുള്ള ശാന്തത മാത്രമായിരുന്നു അത്. പുതുവർഷത്തിന് തൊട്ടുമുൻപ് റഷ്യൻ അതിർത്തി നഗരമായ ബെൽഗറോഡിൽ യുക്രൈൻ നടത്തിയ മാരകമായ മിസൈൽ ആക്രമണത്തിന് പകരം ചോദിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ജനുവരി 1 തന്നെ മോസ്കോയിലെ ഒരു സൈനിക ആശുപത്രി സന്ദർശിച്ചുകൊണ്ട് പുടിൻ പ്രഖ്യാപിച്ചു: യുക്രൈന് മേലുള്ള ആക്രമണങ്ങൾ നമ്മൾ ഇരട്ടിയാക്കും. പറഞ്ഞതുപോലെ തന്നെ ജനുവരിയിലെ കൊടും തണുപ്പിൽ യുക്രൈന് മേൽ റഷ്യൻ മിസൈലുകളുടെ തീമഴ പെയ്തു. അപ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ റഷ്യയെ വരിഞ്ഞുമുറുക്കാനുള്ള വഴികൾ തിരയുകയായിരുന്നു. അമേരിക്കയും യൂറോപ്പും റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. റഷ്യയുമായി ഇടപാട് നടത്തുന്ന മറ്റ് രാജ്യങ്ങളിലെ ബാങ്കുകളെപ്പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് അവരവലംബിച്ചത്. എന്നാൽ ഈ സാമ്പത്തിക യുദ്ധത്തിലും പുടിൻ ഒരു പടി മുന്നിലായിരുന്നു. അമേരിക്ക ഉപരോധം കടുപ്പിച്ചപ്പോൾ പുടിൻ സുഹൃത്ത് രാജ്യങ്ങളെ ചേർത്ത് പിടിച്ച് പുതിയ സാമ്പത്തിക കോട്ടകൾ തീർത്തു. 2024 ജനുവരി 1 റഷ്യയും ഇന്ത്യയും ചൈനയും നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് UAE, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ എന്നീ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുടിൻ ഡോളറിനെതിരെ ഒരു ബദൽ സാമ്പത്തിക സാമ്രാജ്യം പടുത്തുയർത്തി. റഷ്യ വിട്ടുപോയ പാശ്ചാത്യ കമ്പനികളുടെ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ആസ്തികൾ റഷ്യൻ സർക്കാർ നിയമപരമായി പിടിച്ചെടുത്ത് തദ്ദേശീയർക്ക് നൽകി. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെ പുടിൻ പരിഹസിച്ച് തള്ളിക്കളഞ്ഞു.
2024 ഫെബ്രുവരി ആദ്യവാരം പാശ്ചാത്യ മാധ്യമങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പ്രമുഖ അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസൺ മോസ്കോയിലെ ക്രെംലിൻ കൊട്ടാരത്തിലെത്തി പുടിനുമായി അഭിമുഖം നടത്തി. യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഒരു പാശ്ചാത്യ മാധ്യമപ്രവർത്തകന് പുടിൻ അഭിമുഖം നൽകുന്നത്. യാതൊരു തടസ്സങ്ങളുമില്ലാതെ അമേരിക്കൻ ഭരണകൂടത്തെയും മുഖ്യധാരാ മാധ്യമങ്ങളെയും മറികടന്ന് പാശ്ചാത്യ ജനതയോട് നേരിട്ട് സംസാരിക്കാൻ പുടിൻ ഈ അവസരം ഉപയോഗിച്ചു. യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള കാൾസണിന്റെ ചോദ്യത്തിന് മറുപടിയായി പുടിൻ നടത്തിയത് അരമണിക്കൂർ നീണ്ട ഒരു ചരിത്ര ക്ലാസാണ്. 9-ാം നൂറ്റാണ്ടിലെ കീവൻ റസ് സാമ്രാജ്യത്തിൽ തുടങ്ങി റഷ്യയുടെയും യുക്രൈന്റെയും 1000 വർഷത്തെ ചരിത്രം അദ്ദേഹം വിശദീകരിച്ചു. യുക്രൈൻ എന്നത് ലെനിനും ബോൾഷെവിക്കുകളും ചേർന്ന് കൃത്യമായി ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ്. ചരിത്രപരമായത് റഷ്യയുടെ മണ്ണാണ് എന്ന് പുടിൻ സമർത്ഥിച്ചു. താൻ അധിനിവേശം നടത്തുകയല്ല, മറിച്ച് റഷ്യയുടെ നഷ്ടപ്പെട്ട ചരിത്രഭൂമി തിരികെ പിടിക്കുകയാണെന്ന വാദം പുടിൻ ആവർത്തിച്ചു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം നാറ്റോ 1 ഇഞ്ച് പോലും കിഴക്കോട്ട് വികസിക്കില്ല എന്ന് പാശ്ചാത്യ ശക്തികൾ റഷ്യയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നതായി പുടിൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ആ വാക്ക് ലംഘിച്ചുകൊണ്ട് അവർ റഷ്യയുടെ അതിർത്തി വരെ എത്തി. 2014 യുക്രൈനിൽ നടന്ന ഭരണമാറ്റം അമേരിക്കൻ ചാരസംഘടനയായ CIA സഹായത്തോടെ നടന്ന ഒരു അട്ടിമറിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഞങ്ങളല്ല ഈ യുദ്ധം തുടങ്ങിയത്. 2014 അവർ തുടങ്ങിയ ഈ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പുടിൻ തന്റെ ഭാഗം വ്യക്തമാക്കി. യുദ്ധം തുടങ്ങിയ സമയത്ത് 2022 തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ച് റഷ്യയും യുക്രൈനും തമ്മിൽ സമാധാന ചർച്ചകൾ നടന്നിരുന്നു. അന്ന് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായതാണ്. എന്നാൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇടപെട്ട് റഷ്യയുമായി സമാധാനം വേണ്ടെന്നും യുദ്ധം തുടരാനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ നിർബന്ധിക്കുകയായിരുന്നുവെന്ന് പുടിൻ വെളിപ്പെടുത്തി. പാശ്ചാത്യ ശക്തികൾക്ക് സമാധാനമല്ല, മറിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് താൽപര്യമെന്ന് അമേരിക്കക്കാരെ ബോധ്യപ്പെടുത്താനാണ് പുടിൻ ശ്രമിച്ചത്. ടക്കർ കാൾസണിന്റെ വലതുപക്ഷ പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് പുടിൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് സ്വന്തം രാജ്യത്തെ അതിർത്തി പ്രശ്നങ്ങളും വലിയ കടബാധ്യതകളും തീർക്കാനില്ലേ? പിന്നെന്തിനാണ് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള യുക്രൈന് വേണ്ടി കോടിക്കണക്കിന് ഡോളറുകൾ ചെലവാക്കുന്നത്? യുക്രൈന് അമേരിക്ക പണം നൽകുന്നത് നിർത്തിയാൽ ഈ യുദ്ധം ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് അദ്ദേഹം തുറന്നടിച്ചു. പാശ്ചാത്യ മുഖ്യധാരാ മാധ്യമങ്ങൾ പുടിനെ സമനില തെറ്റിയ യുദ്ധക്കൊതിയനായ ഏകാധിപതിയായിട്ടായിരുന്നു അതുവരെ ലോകത്തിനു മുന്നിൽ ചിത്രീകരിച്ചിരുന്നത്. എന്നാൽ ആ പ്രതിച്ഛായയെ ഒരു പരിധിവരെ മറികടക്കാൻ ഈ അഭിമുഖം അദ്ദേഹത്തെ സഹായിച്ചു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ടക്കർ കാൾസണുമായുള്ള അഭിമുഖത്തിലൂടെ പാശ്ചാത്യ ജനതയുടെ മനസ്സിൽ തനിക്കെതിരെയുള്ള വെറുപ്പ് കുറയ്ക്കാൻ പുടിൻ ഒരു പരിധിവരെ കഴിഞ്ഞു. എന്നാൽ മറുവശത്ത് യുക്രൈൻ എന്ന രാജ്യം നിലനിൽപ്പിനായുള്ള പോരാട്ടം ശക്തമാക്കിയിരുന്നു. 2024 ഓഗസ്റ്റ് മാസം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് യുക്രൈൻ അപ്രതീക്ഷിതമായ ഒരു സൈനിക നീക്കം നടത്തി. പ്രതിരോധത്തിൽ നിന്ന് മാറിയവർ റഷ്യൻ അതിർത്തി ഭേദിച്ച് റഷ്യയുടെ കുർസ്ക് പ്രവിശ്യയിലേക്ക് ഇരച്ചുകയറി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഒരു വിദേശ സൈന്യം റഷ്യൻ മണ്ണ് പിടിച്ചെടുക്കുന്നത്. പാശ്ചാത്യ ടാങ്കുകളുമായി റഷ്യയിലേക്ക് പാഞ്ഞുകയറിയ യുക്രൈൻ സൈന്യം റഷ്യൻ ഗ്രാമങ്ങൾ ഒന്നൊന്നായി പിടിച്ചെടുത്തു. പുടിന്റെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു അത്.
യുദ്ധമിനി റഷ്യയിലേക്ക് എന്ന സെലൻസ്കിയുടെ പ്രഖ്യാപനം അവിടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു. അവിടെയാണ് പുടിൻ എന്ന പഴയ KGB സ്ട്രാറ്റജിസ്റ്റിന്റെ ബുദ്ധി ലോകം വീണ്ടും കണ്ടത്. തികഞ്ഞ ശാന്തതയോടെ അദ്ദേഹം ആ ആക്രമണത്തെ അപലപിച്ചു. കുർസ്കിലെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടതിനൊപ്പം അദ്ദേഹം തന്റെ സൈനിക മേധാവികൾക്ക് നിർണായകമായ മറ്റൊരു നിർദ്ദേശം നൽകി. യുക്രൈനിലെ പോരാട്ടം അവസാനിപ്പിക്കരുത്, കൂടുതൽ ശക്തിയോടെ മുന്നേറുക. യുക്രൈൻ സൈന്യത്തിലെ വലിയൊരു വിഭാഗം റഷ്യൻ മണ്ണിലേക്ക് കടന്നു കയറിയപ്പോൾ റഷ്യൻ സേന യുക്രൈനിലെ തന്ത്രപ്രധാന നഗരമായ പൊക്രോവ്സ്ക് ലക്ഷ്യമാക്കി നീങ്ങി. ഈ തന്ത്രങ്ങൾക്കു പുറമെ നയതന്ത്രവേദിയിലും പുടിൻ വലിയൊരു വിജയം നേടി. 2024 ഒക്ടോബർ മാസം റഷ്യയിലെ കുസാൻ നഗരത്തിലേക്ക് ലോക നേതാക്കൾ ഒഴുകിയെത്തി. അമേരിക്കൻ ഉപരോധങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് റഷ്യ ആതിഥേയത്വം വഹിച്ച ബ്രിസ്ക് ഉച്ചകോടിക്കെത്തിയവരായിരുന്നു അവർ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ പുടിനൊപ്പം വേദി പങ്കിട്ടു. തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ ഇതാണ് ഭാവിയിലെ പുതിയ ലോകക്രമം എന്ന് വിളിച്ചു പറയുകയായിരുന്നു പുടിൻ. പാശ്ചാത്യർക്ക് പുറത്തുള്ള ലോകം തനിക്കൊപ്പമുണ്ടെന്ന് തെളിയിക്കാനുള്ള പുടിന്റെ ശ്രമമായിരുന്നു അത്. അധികാരത്തിന്റെ ഇടനാഴികളിൽ ലോക നേതാക്കൾ വടംവലി നടത്തുമ്പോൾ ഇരു രാജ്യങ്ങളിലെയും സാധാരണ ജനങ്ങളുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ നരകതുല്യമായി മാറുകയായിരുന്നു. കുർസ്കിലെ റഷ്യൻ ഗ്രാമങ്ങളിലേക്ക് യുക്രൈൻ സൈന്യം ഇരച്ചു കയറിയപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് ഒറ്റ രാത്രി കൊണ്ട് തങ്ങളുടെ വീടും സമ്പാദ്യവും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നത്. യുദ്ധം തങ്ങളെ ബാധിക്കില്ലെന്ന് കരുതിയിരുന്ന റഷ്യൻ ജനതയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് മോസ്കോ അടക്കമുള്ള നഗരങ്ങൾക്ക് മുകളിൽ ഡ്രോൺ ആക്രമണങ്ങൾ പതിവായി. സാമ്പത്തിക ഉപരോധങ്ങളെ സർക്കാർ മറികടന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും കുതിച്ചുയരുന്ന വിലക്കയറ്റവും പണപ്പെരുപ്പവും സാധാരണ റഷ്യക്കാരുടെ നടുവൊടിച്ചു. യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്ന മക്കളെയും ഭർത്താക്കന്മാരെയും കാത്തിരിക്കുന്ന റഷ്യൻ കുടുംബങ്ങളുടെ കണ്ണുനീർ ക്രെംലിന്റെ കൂറ്റൻ മതിലുകൾക്കുള്ളിൽ തട്ടി പ്രതിധ്വനിച്ചു. മറുവശത്ത് യുക്രൈനിലെ അവസ്ഥ ഇതിലും ഭയാനകമായിരുന്നു. കടുത്ത ശൈത്യകാലത്തേക്ക് കടന്ന സമയത്ത് തന്നെ റഷ്യൻ മിസൈലുകൾ യുക്രൈന്റെ ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യമാക്കി കുതിച്ചെത്തി. കൊടും തണുപ്പിൽ വെളിച്ചവും ചൂടുമില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന യുക്രൈൻ ജനത ലോകത്തിനു മുന്നിൽ ഒരു നൊമ്പര കാഴ്ചയായി മാറി. ഓരോ തവണ സൈറൻ മുഴങ്ങുമ്പോഴും ബങ്കറുകളിലേക്കും ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളിലേക്കും പ്രാണനും കൊണ്ടോടുന്ന കുട്ടികളുടെയും വൃദ്ധരുടെയും എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന സാധാരണക്കാരുടെ എണ്ണം കണക്കുകളേക്കാൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. സാമ്രാജ്യത്വ മോഹങ്ങൾക്കും പാശ്ചാത്യ ഭൂരാഷ്ട്രീയ താൽപര്യങ്ങൾക്കുമിടയിൽ പൊലിഞ്ഞുപോകുന്നത് തങ്ങളുടെ ജീവനാണെന്ന സത്യം തിരിച്ചറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായതയിലായിരുന്നു ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ. 2024 അവസാന മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ യുക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ഉള്ളിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈൻ അനുമതി നൽകി. റഷ്യൻ നഗരങ്ങളിൽ അമേരിക്കൻ മിസൈലുകൾ പതിച്ചു തുടങ്ങി. മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ സൂചനകൾ മുഴങ്ങി. നവംബർ 21 യുക്രൈനിലെ ഡിനിപ്രോ നഗരത്തിലേക്ക് ആകാശത്തു നിന്നും അഗ്നിവർഷം പോലെ 6 തീഗോളങ്ങൾ കുതിച്ചിറങ്ങി. അമേരിക്കൻ പാട്രിയറ്റ് റഡാറുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്തത്ര വേഗതയിൽ വന്നയത് റഷ്യയുടെ ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ ഒറഷ്നിക് ആയിരുന്നു. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ആ മിസൈൽ ആദ്യമായി യുദ്ധഭൂമിയിൽ പ്രയോഗിച്ചുകൊണ്ട് പുടിൻ ലോകത്തിന്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു അന്ത്യശാസനം നൽകി.
ദേശീയ ടെലിവിഷനിലൂടെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നേരെ പ്രയോഗിക്കാൻ ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനും റഷ്യക്കിനി മടിയുണ്ടാകില്ല. ആ ഒരൊറ്റ പ്രഖ്യാപനത്തിൽ നാറ്റോ രാജ്യങ്ങൾ മരവിച്ചു നിന്നുപോയി. നാറ്റോ മിസൈലുകൾ റഷ്യൻ മണ്ണിൽ പതിച്ച ആ രാത്രി ക്രെംലിനിലെ രഹസ്യ ഭൂഗർഭയറയിലിരുന്ന് പുടിൻ മറ്റൊരു മാരകമായ നീക്കം നടത്തി. ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയ ഒരൊപ്പുവയ്ക്കൽ. റഷ്യയുടെ ആണവനയം അദ്ദേഹം ഒറ്റയടിക്ക് തിരുത്തി എഴുതി. ആണവായുധമില്ലാത്ത ഒരു രാജ്യം ആണവായുധമുള്ള മറ്റൊരു രാജ്യത്തിന്റെ സഹായത്തോടെ റഷ്യയെ ആക്രമിച്ചാൽ അത് റഷ്യയ്ക്ക് നേരെയുള്ള സംയുക്തയാക്രമണമായി കണക്കാക്കുമെന്നതായിരുന്നു ആ പുതിയ നിയമം. അതായത് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചാൽ യുക്രൈന് നേരെ ആണവായുധം പ്രയോഗിക്കാൻ തനിക്കിനി രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ലെന്ന് പുടിൻ ലോകത്തിന് മുന്നറിയിപ്പ് നൽകി. ആ ഒരൊറ്റ ഒപ്പിലൂടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കൗണ്ട് ഡൗൺ പുടിൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടും തീർന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യൻ മഞ്ഞുമലകളിലേക്ക് അപ്രതീക്ഷിതമായി പുതിയൊരു പട കൂടി വന്നിറങ്ങി. ഉത്തര കൊറിയൻ സ്പെഷ്യൽ ഫോഴ്സ്. അമേരിക്കയെ വിറപ്പിക്കാൻ സാക്ഷാൽ കിം ജോങ് ഉൻ തന്റെ ഏറ്റവും മികച്ച 10,000-ലധികം പോരാളികളെയാണ് പുടിനു വേണ്ടി കുർസ്കിലെ യുദ്ധമുഖത്തേക്ക് അയച്ചത്. യൂറോപ്പിലെ ഒരു യുദ്ധത്തിലേക്ക് ഒരു ഏഷ്യൻ രാജ്യം നേരിട്ട് സൈന്യത്തെ ഇറക്കിയതോടെ അമേരിക്കൻ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റി. 2024 അവസാനിക്കുമ്പോൾ പുടിനെ വീഴ്ത്താനുള്ള പാശ്ചാത്യ തന്ത്രങ്ങൾ പലതും ലക്ഷ്യം കാണാതെ പോയിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപരോധങ്ങളെ അതിജീവിച്ച റഷ്യൻ സമ്പദ്വ്യവസ്ഥ, കുതിച്ചുയരുന്ന പ്രതിരോധ ഉൽപാദനം, ഒപ്പം നിൽക്കാൻ തയ്യാറായ ഏഷ്യൻ വൻശക്തികൾ എന്നിവ റഷ്യയ്ക്ക് കരുത്തായി. പാശ്ചാത്യ ആയുധങ്ങളുടെ പിൻബലത്തിൽ യുക്രൈന്റെ അസാമാന്യമായ ചെറുത്തുനിൽപ്പ് തുടരുമ്പോഴും കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ക്രെംലിൻ ഭരിക്കുന്ന ആ ഭരണാധികാരി തന്റെ നിലപാടുകളിൽ ഒരിഞ്ചു പോലും വിട്ടുവീഴ്ച ചെയ്യാതെ റഷ്യൻ സാമ്രാജ്യത്തിന്റെ കാവലാളായി അവിടെ ഉറച്ചു തന്നെ നിന്നു. തന്റെ രാജ്യത്തിന് മുന്നിൽ വരുന്ന ഏത് വെല്ലുവിളിയെയും അതിജീവിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു സാർ ചക്രവർത്തിയായി വ്ളാഡിമിർ പുടിൻ മാറിക്കഴിഞ്ഞിരുന്നു. ഒരു സാധാരണ KGB ചാരനായി തുടങ്ങി 2 പതിറ്റാണ്ടുകൾ കൊണ്ട് റഷ്യയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ചക്രവർത്തിയായി വളർന്ന വ്ളാഡിമിറോവിച്ച് പുടിൻ അടുത്ത നീക്കങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലാണ്. സാമ്രാജ്യങ്ങളുടെ വീഴ്ചകളും യുദ്ധങ്ങളും ഉപരോധങ്ങളും കണ്ട ചരിത്രം തിരുത്തി എഴുതിയ ഈ ഭരണാധികാരി ലോകത്തിന്റെ തലവര തന്നെ മാറ്റിയെഴുതാനുള്ള ഒരുക്കത്തിലാണ്.